അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രൊഫോൺ ടിവിയിൽ തന്നെ നമ്മൾ ലോകത്ത് നടക്കുന്ന പലതരത്തിലുള്ള ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നടത്തുന്ന ഒരു പങ്ക്തിയാണ് ടിറ്റ്ബിറ്റ്സ് ആൻഡ് ടാൻജൻസ് എന്ന പങ്ക്തി. ആ പങ്ക്തിയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അമേരിക്കൻ മുൻ പ്രസിഡൻ്റ് ആയിട്ടുള്ള ജിമ്മി കാർട്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കറിയാം, അദ്ദേഹം തൻ്റെ 100ാമത്തെ വയസ്സിൽ മരണപ്പെടുമ്പോൾ പലതരത്തിലുള്ള ചർച്ചകളാണ് നമ്മൾ ലോകമൊട്ടാകെയുള്ള മീഡിയകൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അറബ് ലോകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ജിമ്മി കാർട്ടറുമായി കോർത്തിണക്കി പറയുമ്പോൾ അതിലേറ്റവും ഓർമ്മിക്കപ്പെടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 1979 നടന്ന ഇറാനിയൻ വിപ്ലവമാണ്. ഈ ഒരു അവസരത്തിൽ അതിനെ എങ്ങനെയാണ് മുസ്ലിങ്ങൾ ഓർമ്മിക്കേണ്ടത്? ജിമ്മി കാർട്ടറിനെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് മുസ്ലിം ലോകത്തിന്റെ ഓർമ്മകൾ നമ്മൾ ചെകയുമ്പോൾ തീർച്ചയായും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരിക്കും ഇറാനിയൻ റവല്യൂഷൻ. 1979 ഇറാൻ വിപ്ലവം. ഇപ്പോൾ ഇസ്രായേലും ഈജിപ്തും തമ്മിലുള്ള ക്യാമ്പ് ഡേവിഡ് കരാറ്, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയനെതിരിൽ നടന്ന പോരാട്ടങ്ങൾ, ഇതിലൊക്കെയാണ് പിന്നെ ജിമ്മി കാർട്ടർ മുസ്ലിം ലോകത്ത് അദ്ദേഹത്തിന്റെ പേര് കടന്നു വരുന്ന ചരിത്ര സംഭവങ്ങൾ. അപ്പോൾ അതിൽ ഇറാൻ വിപ്ലവത്തെ സവിശേഷമായി എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് പല നിലക്കും പ്രസക്തമാണ്. അപ്പോൾ 1979 ഇറാൻ വിപ്ലവം ഉണ്ടാകുന്നത് അറിയാലോ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ മുസ്ലിം ലോകത്തെ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അതായത് ഒരു അമേരിക്കൻ ഇമ്പീരിയലിസം മുസ്ലിം ലോകത്തേക്ക് കടന്നു കയറിക്കൊണ്ട് അവിടുത്തെ മുസ്ലിം രാജ്യങ്ങളിലെ ഭരണാധികാരികളെ അമേരിക്കൻ സാമ്രാജ്യത്വം നിയന്ത്രിക്കുന്ന പാവഭരണകൂടങ്ങളാണ് എന്ന ഒരു ഡിസ്കോഴ്സാണ് അടിസ്ഥാനപരമായി തന്നെ ഇറാൻ റവല്യൂഷൻ ഉൽപ്പാദിപ്പിച്ചത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തം കാലിൽ നിൽക്കുന്ന, അമേരിക്കയോട് മുഖത്ത് നോക്കി പിന്നെ തർക്കിക്കുന്ന ഒരു ഇസ്ലാമിക രാജ്യം എന്നതായിരുന്നു ഇറാൻ വിപ്ലവത്തിന്റെ അനുകൂലികൾ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഉണ്ടായ സമയത്ത് അതിനെ പ്രധാനമായും പ്രസന്റ് ചെയ്തിരുന്നത് അങ്ങനെയായിരുന്നു. അപ്പോൾ ഇറാനിലെ വിപ്ലവം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റിസാ ഷാ പഹ്ലവി എന്ന് പറയുന്ന അവിടുത്തെ ഭരണാധികാരി, ആ ഭരണാധികാരി ഒരു അമേരിക്കൻ പാവയാണ് എന്നുള്ളതായിരുന്നു വിപ്ലവത്തിന്റെ വക്താക്കളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം. അപ്പോൾ 1979 അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടപ്പെട്ടു. അദ്ദേഹം നാടുവിട്ടിട്ട് അദ്ദേഹം അഭയം തേടിയത് അമേരിക്കയിലാണ്. അപ്പോൾ ഇറാനിലൊരു ഗവൺമെന്റ് ഒക്കെ രൂപപ്പെടുന്നതിന് മുമ്പുള്ള, അതായത് ആ വിപ്ലവം എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരു വിപ്ലവം കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ നിലവിലുള്ള ഭരണാധികാരി പുറത്താക്കപ്പെട്ടാൽ ആകെ കുഴഞ്ഞു മറിഞ്ഞ ഏറെക്കുറെ അരാജകമായ ഒരു അവസ്ഥയിലൂടെ രാജ്യം കടന്നുപോകും. അപ്പോൾ ആ സമയത്ത് വിപ്ലവത്തെ അനുകൂലിക്കുന്നവർ അമേരിക്കൻ എംബസി, ഇറാനിലെ അമേരിക്കൻ എംബസി ആക്രമിക്കുകയും അവിടുത്തെ ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കുകയും ഒക്കെ ചെയ്തു. അത് ലോക ചരിത്രത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട, ഇന്നും അമേരിക്ക നടുക്കത്തോടു കൂടി ഓർക്കുന്ന ഒരു സംഭവമാണത്. ഏകദേശം 45ഓളം അമേരിക്കൻ എംബസിയിലെ ഉദ്യോഗസ്ഥർ ബന്ദികളാക്കപ്പെട്ടു. ആ ബന്ദികളാക്കി ഒരു വർഷത്തിലധികം, ശരിക്കും പറഞ്ഞാൽ 400 ദിവസത്തിലധികം അവർ ബന്ദികളായി തുടർന്നു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ കാരണം റിസാ ഷാ പഹ്ലവി പോയത് അമേരിക്കയിലേക്കാണ്. അല്ലെങ്കിൽ തന്നെ വിപ്ലവത്തിന്റെ മുദ്രാവാക്യങ്ങൾ അമേരിക്കക്കെതിരാണ്. അമേരിക്കയുടെ ഒരു നിയന്ത്രണത്തിൽ നിന്ന് ഇറാനെ മോചിപ്പിക്കുക എന്നുള്ളത്, അമേരിക്കയാണ് ശത്രു, അമേരിക്കയാണ് വില്ലൻ. അപ്പോൾ അമേരിക്കക്കെതിരെ ഉണ്ടായ വിപ്ലവം എന്നുള്ള നിലക്ക് സ്വാഭാവികമായി അവരുടെ മുന്നിലുള്ള വളരെ കോൺക്രീറ്റ് ആയ അമേരിക്കയുടെ സിമ്പൽ എന്ന് പറയുന്നത് അവിടുത്തെ അമേരിക്കൻ എംബസിയാണ്. അപ്പോൾ അവർ അമേരിക്കൻ എംബസി വിപ്ലവകാരികളിൽ ചിലർ കയ്യേറുന്നു, ഇവരെ ബന്ദികളാക്കിയിട്ട് അമേരിക്കയോട് വില പേശുന്നു. അതായത് ഷായെ വിട്ടു തരണം, ഷായ ഇറാനിലേക്ക് തിരിച്ചു പറഞ്ഞയക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സ്ലോഗൻ. അപ്പോൾ ശരിക്കും ജിമ്മി കാർട്ടറിന്റെ ഒരു പൊളിറ്റിക്കൽ കരിയർ തന്നെ അവസാനിക്കാൻ നിമിത്തമായൊരു സംഭവം കൂടിയാണത്. അത് ഇന്ന് നമ്മൾ ഇത്ര ലൈറ്റായിട്ട് പറയാൻ കഴിയുന്ന, അന്ന് എന്ന് പറഞ്ഞാൽ വളരെ ടെൻസ്ഡ് ആയൊരു സിറ്റുവേഷൻ ആണ്. കാരണം അമേരിക്കയെ പോലുള്ളൊരു സൂപ്പർ പവർ, ആ സൂപ്പർ പവറിന്റെ എംബസി അത് അവിടെ സ്റ്റോം ചെയ്തിട്ട് അതിനുള്ളിൽ കടന്നിട്ട് അതിലുള്ള 45 ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കി പിടിച്ചു വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശരിക്ക് അമേരിക്കക്ക് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയാത്ത ഒരു കാര്യമായിരുന്നു എന്നുള്ള തരത്തിലാണ് സ്വാഭാവികമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ അനാലിസിസുകളൊക്കെ നമ്മൾ കാണുന്നത്. ഏതായാലും കാർട്ടർക്ക് ബന്ദികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് റീഗൻ പ്രസിഡന്റ് ആകുന്നു. അപ്പോൾ കാർട്ടർ ഇനി പ്രസിഡന്റായി തുടരേണ്ടതില്ല എന്ന് അമേരിക്കൻ ജനത വിധി എഴുതാൻ നിമിത്തമായ സംഭവങ്ങളിൽ ഒന്നുകൂടിയാണത്.
അപ്പോൾ അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ അന്നത്തോടു കൂടി സ്പോയിൽഡ് ആയതാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അത് പിന്നീട് ഒരിക്കലും ശരിയായ രീതിയിൽ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല ഉള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇപ്പോഴും ഒരു അമേരിക്കൻ എംബസി ഇറാനിലില്ല. അത് അവിടുത്തെ സ്വിസ് എംബസിയിൽ ചില സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ, സാങ്കേതികമായ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നിർവഹിക്കപ്പെടുന്നത്. അതേപോലെ അമേരിക്കയിലെ ഇറാന്റെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത് അവിടുത്തെ പാകിസ്ഥാൻ എംബസി വഴിയാണ്. അതായത് നേർക്കുനേരെ ഔപചാരികമായ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്സ് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇറാൻ നിലനിൽക്കുന്നത്. അപ്പോൾ വിപ്ലവം വഴി ഇറാനെ അമേരിക്കയിൽ നിന്ന് ശുദ്ധീകരിക്കുക എന്നുള്ളതായിരുന്നു വിപ്ലവകാരികളുടെ പ്രധാനപ്പെട്ട ഒരു ഊന്നൽ. അപ്പോൾ ജിമ്മി കാർട്ടറിനെ ഓർക്കുമ്പോൾ തീർച്ചയായും ഒരു അറബ് ലോകം, ഇറാൻ ഒരു അറബ് ലോകത്തിന്റെ നേർക്കുനേരെ ഭാഗമാണെന്നല്ല, പക്ഷേ മൊത്തത്തിലൊരു മുസ്ലിം ലോകം നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിനെ വിശാലാർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തീർച്ചയായും ഇറാൻ വിപ്ലവം തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഇറാൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് അതിന്റെ പലതരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ അതിനുണ്ട്. അതിലൊന്നായിരുന്നു അമേരിക്കൻ വിരുദ്ധത. അതല്ലാതെ മറ്റെന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് വേറെ മുദ്രാവാക്യങ്ങളോ വേറെ മൂവ്മെന്റുകളോ ഇതുമായി ബന്ധപ്പെട്ട് ഈ കാലയളവിൽ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഇറാൻ വിപ്ലവത്തെ നമ്മൾ അതിൻ്റെ ഒരു സമഗ്രതയിലാണ് നോക്കിക്കാണേണ്ടത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം പോലും ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ അതുണ്ടാക്കിയ ഒരു പ്രതീതിയാണ്, അല്ലെങ്കിൽ വിപ്ലവകാരികൾ അവകാശപ്പെട്ടത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അമേരിക്കൻ വിരുദ്ധം തന്നെ ആയിരുന്നു, അമേരിക്കയുടെ താല്പര്യങ്ങൾക്കെതിരായിരുന്നു, അതല്ല ഇത് അമേരിക്ക തന്നെ ഇറാൻ വിപ്ലവത്തെ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിരുന്നോ, അല്ലെങ്കിൽ ഇറാൻ വിപ്ലവത്തിന്റെ വക്താക്കൾ പറഞ്ഞതുപോലെ ബാക്കി എല്ലാ രാജ്യങ്ങളും അമേരിക്കയുടെ വിനീത വിധേയരും അവർ മാത്രം അമേരിക്കക്കെതിരും എന്നുള്ളതായിരുന്നു അതിന്റെ യാഥാർത്ഥ്യം. ഇങ്ങനത്തെ വിഷയങ്ങളിലേക്കൊന്നല്ല ഞാൻ അതിൻ്റെ അവര് സമൂഹത്തിന് മുന്നിൽ അവരെ അവതരിപ്പിച്ച ഒരു ചിത്രം അതായിരുന്നു, അമേരിക്കക്കെതിരായ ഒരു വിപ്ലവം എന്നുള്ളതായിരുന്നു. അപ്പൊ അത് ഇറാനിലെ വിപ്ലവം എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ മുഹമ്മദ് റിസാ ഷാ പഹ്ലവി അതുപോലും അദ്ദേഹം ഒരു അമേരിക്കൻ പാവയായിരുന്നു അല്ലേന്നല്ല ഞാൻ പറയുന്നത്, പാവയാണ് എന്നാണ് വിപ്ലവകാരികൾ ആരോപിച്ചത് എന്നാണ്. ആകാം, അല്ലാതിരിക്കാം, അത് വേറെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട വിഷയമാണ്. അതിപ്പോ തൽക്കാലം നമ്മളുടെ വിഷയമല്ല. എന്താണെങ്കിലും വിപ്ലവത്തെ അനുകൂലിച്ചിരുന്നവർ ഉണ്ടാക്കിയ ഒരു ഡിസ്കോഴ്സ് അങ്ങനെയായിരുന്നു. അപ്പൊ ഇറാൻ വിപ്ലവം എന്ന് പറയാൻ നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ സിറിയയിൽ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇപ്പൊ ബഷാറിനെതിരെ അവിടെ പിന്നെ വിപ്ലവം ഉണ്ടായി. ആ വിപ്ലവത്തിൽ ബഷാർ പുറത്തുപോയി, നാട് ഉപേക്ഷിച്ചു പോയി. അപ്പൊ ഇനി അവിടെ ആര് ഗവൺമെന്റ് ഉണ്ടാക്കുന്നുള്ളതിനെ പറ്റി പലതരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും ഇപ്പോൾ മുഹമ്മദ് റിസാ ഷാ പഹ്ലവി എന്ന് പറയുന്നത് ഒരു ഏകാധിപതിയായി ചിത്രീകരിക്കപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന് ഏകാധിപതിയായി ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ വിപ്ലവ ശ്രമങ്ങൾ നടന്നത്. അപ്പൊ അതിൽ പലതരം സ്ട്രാൻഡുകൾ ഉണ്ടായിരുന്നു. കാരണം ഇദ്ദേഹം ഇറാന്റെ ഭരണാധികാരത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന അഭിപ്രായമുള്ള പലതരം ഗ്രൂപ്പുകൾ ഇറാനിലുണ്ടായിരുന്നു. ഇടതുപക്ഷ ഗ്രൂപ്പുകൾ, മാർക്സിസ്റ്റ് ഗ്രൂപ്പുകൾ, ലിബറലുകൾ, പിന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ ദേശീയവാദികൾ, ഇറാൻ ദേശീയവാദത്തെ ഉയർത്തിപ്പിടിച്ചവർ, ഇവരൊക്കെ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ അതൊന്നും അല്ലാത്ത വേറെ അവിടുത്തെ മതപണ്ഡിതന്മാരുടെ, പ്രത്യേകിച്ചും ഒരു ഇസ്ലാമിന് ഷിയ വ്യാഖ്യാനം നൽകുന്ന ഷിയ മതപണ്ഡിതന്മാരുടെ വലിയൊരു നിരയും ഈ വിപ്ലവത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ ഒരൊറ്റ പോയിന്റിൽ ഇവരൊക്കെ സന്ധിക്കുകയാണ്. അതായത് ഈ മുഹമ്മദ് റിസാ ഷാ പഹ്ലവി എന്ന് പറയുന്ന ഭരണാധികാരി അതൊരു ഏകാധിപതിയാണ്, ഒരു അമേരിക്കൻ പാവയാണ്, അയാളിൽ നിന്ന് ഇറാനെ മോചിപ്പിക്കണം എന്നുള്ളൊരു പോയിന്റിൽ ഇവരൊക്കെ യോജിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവർ തമ്മിലൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വിപ്ലവം നടന്നപ്പോൾ ഇദ്ദേഹം പുറത്തു പോയപ്പോൾ പിന്നെ ഇവർക്കിടയിൽ സ്വാഭാവികമായും ഇറാൻ എങ്ങോട്ട് പോകണം, ഏത് രീതിയിലാവണം എന്നുള്ള വിഷയത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണ്. അപ്പൊ അതിൽ സക്സസ്ഫുള്ളി അവസാനം ആ വിപ്ലവത്തെ ഓൺ ചെയ്തത്, അതായത് അവരുദ്ദേശിച്ച രീതിയിൽ ഇറാനെ കയ്യിലാക്കാൻ പറ്റിയത് നേരത്തെ പറഞ്ഞ ഈ മതപണ്ഡിതന്മാരുടെ സംഘത്തിനാണ്. അവർ വളരെ പോപ്പുലർ ആയിരുന്നു. കാരണം ഇറാനിൽ ഷിയ മുസ്ലിങ്ങളുടെ വലിയൊരു പോപ്പുലേഷൻ ഉണ്ട്. ഷിയ മുസ്ലിങ്ങൾക്ക് ശക്തമായ സാന്നിധ്യമുള്ള ഒരു നാടാണ് ഇറാൻ. അപ്പോൾ സ്വാഭാവികമായ അവർക്ക് നേതൃത്വം നൽകുന്ന മതപണ്ഡിതന്മാർക്ക് അവർക്കിടയിൽ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ജനങ്ങൾ കൂടുതലും അവരുടെ കയ്യിലായതുകൊണ്ടാകാം ഒരുപക്ഷെ ആ വിപ്ലവം അവരുടെ കയ്യിലേക്കാണ് പോയത്. അപ്പൊ അവര് ഇതിനൊരു ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ വിപ്ലവാനന്തര ഇറാനെ അവർ പ്രഖ്യാപിച്ചത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ സ്വാഭാവികമായി അവരെ അതിൽ നിരാശരായി, അതിനോട് വിയോജിച്ചു, പലതരത്തിലുള്ള തർക്കങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇവഞ്ച്വലി അവരുടെ ശബ്ദങ്ങളൊക്കെ ഇല്ലാതാവുകയും ഇറാൻ ഇവരുദ്ദേശിച്ച തരത്തിലുള്ള ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറുകയാണ് ചെയ്തത്. അവിടെ ഞാൻ പറയുന്നത് ഇത് അവരുടെ ഭാഷയാണ്, ഇതൊരു ഇസ്ലാമിക വിപ്ലവം, ഒരു ഇസ്ലാമിക് ഇൻഖിലാബ്, അതാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ഇസ്ലാമിക വിപ്ലവം എന്ന് അവർ ആ വിപ്ലവത്തെ വിശേഷിപ്പിക്കുകയും അത് ഇസ്ലാമികമാണോ അല്ലേ എന്നുള്ളത് നമ്മൾ വേറെ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. പക്ഷെ അങ്ങനെയാണ് അവരതിനെ വിശേഷിപ്പിച്ചത്. അവരതിനൊരു ഇസ്ലാമിക രാജ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ
സ്വാഭാവികമായും ഒരു ഇസ്ലാമിക രാജ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരുപാട് എലമെന്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ പുതിയ ഇറാൻ നിലവിൽ വന്നു. ഇപ്പോൾ അവിടെ ഇപ്പോൾ കള്ളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീകളുടെ നഗ്നത അത് പൊതുനിരത്തിൽ പ്രത്യക്ഷപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്വാഭാവികമായും വിപ്ലവത്തിന് മുമ്പുള്ള ഇറാനിൽ ഇതൊക്കെ വ്യാപകമായി അനുവദിക്കപ്പെട്ടിരുന്നു. കാരണം സാംസ്കാരികമായി പടിഞ്ഞാറുവൽക്കരിക്കപ്പെട്ട ഒരു ലിബറൽ സാംസ്കാരിക ക്രമമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലൊക്കെ ഇടപെട്ടുകൊണ്ട്, പ്രത്യേകിച്ചും സ്ത്രീകളുടെ വേഷവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇസ്ലാമികമായ അന്തരീക്ഷം രാജ്യത്ത് നിലവിൽ വരുത്തുന്ന തരത്തിലുള്ള ഇടപെടലുകൾ വിപ്ലവാനന്തര ഇറാൻ ഗവൺമെന്റ് ഉണ്ടാക്കുകയും അങ്ങനെ ഒരു ലോകത്തുടനീളം ഒരു ഇസ്ലാമിക സാമൂഹിക ക്രമം അവിടെ നിലവിൽ വരുന്നു എന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുകയെല്ലാം ചെയ്തിട്ട് ഒരു ഇസ്ലാമിക രാജ്യം എന്നുള്ള നിലക്കാണ് ഇറാൻ പിന്നെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത് ഒരു ഇസ്ലാമിക രാജ്യമാണോ എന്ന് ചോദിച്ചാൽ അതിൽ സ്വാഭാവികമായും നമ്മൾക്ക് വിയോജിപ്പുകളുണ്ട്. കാരണം അത് ഇസ്ലാമിന്റെ ഒരു ഷിയാ വ്യാഖ്യാനമാണ്. ആ വ്യാഖ്യാനം ഇസ്ലാമിന്റെ ഒരു തെറ്റായ വ്യാഖ്യാനമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഇസ്ലാമിൽ ഒരു പെണ്ണ് പർദ്ദ ധരിക്കുക എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ പ്രധാനമായ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇറാനിൽ നമ്മൾ സഞ്ചരിച്ചാൽ അറിയാം, ലോകത്തെ ഏറ്റവും അധികം അന്ധവിശ്വാസ നിബിഡമായ ഒരു മുസ്ലിം സമൂഹമാണ് ശരിക്കും ഇറാനിലെ മുസ്ലിങ്ങൾ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ശവകുടീരങ്ങളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആചാരങ്ങൾ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമ്പ്രദായങ്ങൾ, ഇതൊക്കെ ഗവൺമെന്റ് സ്പോൺസർഷിപ്പിൽ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വളരെ ശക്തമായി നിലനിൽക്കുന്ന രാജ്യമാണ് ഇറാൻ. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇസ്ലാമിലെ തൗഹീദുമായി ബന്ധപ്പെട്ട, ശരിക്കും പർദ്ദയും തൗഹീദും നമ്മളൊരു തുലാസിലിട്ട് നോക്കിയാൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഫണ്ടമെന്റലാണ്. മറ്റത് എന്ന് പറഞ്ഞാൽ ഒരു ഫിഖഹിയായ വിധിയാണ്. ഞാനത് പ്രധാനമല്ല എന്നല്ല പറയുന്നത്, അത് തീർച്ചയായും പ്രധാനമാണ്. പക്ഷേ അവിടെ നമ്മൾ നോക്കുമ്പോൾ അതിനേക്കാൾ എത്രയോ, അതായത് പർദ്ദയേക്കാൾ എത്രയോ പ്രധാനമായ കാര്യങ്ങൾ, ഇസ്ലാമിന്റെ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ തന്നെ ലംഘിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അത് അവര് മനസ്സിലാക്കുന്ന ഇസ്ലാം അതല്ല എന്നുള്ളതാണ് വിഷയം. അവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും മനസ്സിലാക്കിയ ഒരു ഇസ്ലാമിന് പകരം ഇസ്ലാമിന്റെ ഒരു തെറ്റായ വ്യാഖ്യാനത്തിലാണ് ആ രാജ്യം കാലൂന്നി നിൽക്കുന്നത്. അപ്പോൾ ആ വിപ്ലവം ഇസ്ലാമിക വിപ്ലവമാണെന്ന് അവർ അവകാശപ്പെടുന്നു. ക്കെതിരെയുള്ള മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ഒരു വെറും സാമ്രാജ്യത്വ വിരുദ്ധ മുദ്രാവാക്യമല്ല, ശരിക്കും ഒരു ഷിയാ റിപ്പബ്ലിക്കാണ്. ഇസ്ലാമിന്റെ ഷിയാ വ്യാഖ്യാനത്തിൽ അധിഷ്ഠിതമായ ഒരു രാജ്യം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ അനന്തരഫലം. ഇത് ഇറാനിയൻ വിപ്ലവം എത്രത്തോളം പല രാജ്യങ്ങളെയും, അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലേക്കും ഒക്കെ ഇത് എത്രത്തോളം ഒരു ഷീഈ സ്വാധീനം വന്നിട്ടുണ്ടാവും. ഇനി അഥവാ വന്നിട്ടുണ്ടെങ്കിൽ, ഇനി വന്നുകൊണ്ടിരിക്കുന്ന ഒരു വേളകൾക്കാണെങ്കിൽ എത്രത്തോളം ഈ ഷീഈ പ്രസ്ഥാനം എത്രത്തോളം അപകടമാണ്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് അമേരിക്കൻ വിരുദ്ധമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇറാൻ വിപ്ലവം വരുന്നത്. അപ്പൊ സ്വാഭാവികമായും അമേരിക്ക മുസ്ലിം ലോകത്തുടനീളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ യുവത എന്ന് പറയുന്നത് സ്വാഭാവികമായും അതിൽ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. കാരണം അമേരിക്കയുടെ ഈ അരുതായ്മകളെ നിലക്ക് നിർത്താൻ ആരുമില്ലേ എന്നുള്ള മുസ്ലിം രാജ്യങ്ങളൊന്നും എന്തുകൊണ്ടാണ് അമേരിക്കയുമായി പോരാടാത്തത്, അങ്ങനത്തെ കുറെ ചോദ്യങ്ങൾ മുസ്ലിം യുവാക്കൾക്ക് ഉണ്ടാകും. അപ്പൊ അവിടെ ഒരു രക്ഷകന്റെ വേഷത്തിൽ ഒരു രാജ്യം പ്രത്യക്ഷപ്പെടുകയാണ്. ഒരു പുതിയ പ്രതീക്ഷകൾ, നമ്മൾ പുതിയ പ്രഭാതം പുതിയ പ്രതീക്ഷകൾ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഇതുണ്ടാവുകയാണ്. അപ്പൊ സ്വാഭാവികമായും ആ വിപ്ലവത്തിൽ ആവേശം കൊള്ളുന്ന ആൾക്കാർ മുസ്ലിം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടാകും. അത് ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിലുള്ളൊരു കുഴപ്പം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാമിസം എന്നൊക്കെ പറയുന്ന ഈ സാമൂഹിക ശാസ്ത്രത്തിൽ അങ്ങനെയൊക്കെ വിശദീകരിക്കപ്പെടുന്ന കുറേ കാറ്റഗറികളുണ്ടല്ലോ. ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം, അല്ലെങ്കിൽ ഈജിപ്തിലെ ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന് പറയുന്ന പ്രസ്ഥാനം, ഈ പ്രസ്ഥാനങ്ങളൊക്കെ സാമാന്യമായി സുന്നി പശ്ചാത്തലമുള്ള പ്രസ്ഥാനങ്ങളാണ്. ഇതൊന്നും ശരിക്കും ഷിയ പ്രസ്ഥാനങ്ങളല്ല. ഇപ്പോൾ സയ്യിദ് അബുലാല മൗദൂദി അല്ലെങ്കിൽ ഹസനുൽ ബന്ന, സയ്യിദ് കുത്തുബ്, ഇവരൊക്കെ സുന്നി പശ്ചാത്തലമുള്ള ബുദ്ധിജീവികളും എഴുത്തുകാരും ഒക്കെയാണ്. അപ്പോ അവര് പക്ഷേ ഉണ്ടാക്കി വെച്ച ഒരു തരം ബോധമുണ്ട്. ആ ബോധം, ഞാൻ പറയുന്നത് അവരെന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ചിന്തകരും എഴുത്തുകാരും പണ്ഡിതന്മാരും എല്ലാമാണ്. ഓരെ പറ്റി എന്തെങ്കിലും പറയാൻ ഞാനാരുമല്ല. പ്രത്യേകിച്ചും ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ രംഗങ്ങളിലൊക്കെ ഒരുപാട് ആ നിലക്ക്, അതായത് ലോകതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് രചനകളൊക്കെ നിർവഹിച്ചിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവരുടെ എഴുത്തുകളിലൊരു പ്രശ്നം, പ്രത്യേകിച്ചും മൗദൂദി സാഹിബിന്റെയും സയ്യിദ് കുത്തുബിന്റെയും രചനകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത ഒരു ധാരണ എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിക നവോത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ചോദ്യത്തിന് വളരെ തെറ്റായൊരു ഉത്തരം അവരുടെ എഴുത്തുകൾക്കിടയിൽ നമുക്ക് കാണാൻ കഴിയും. അത് അവർ ബോധപൂർവം ചെയ്തതാവണമെന്നൊന്നുമില്ല, പക്ഷെ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് വന്നതാകാം. പക്ഷെ ആ ധാരണ
ഈ ഇസ്ലാമിസ്റ്റുകൾ എന്നറിയപ്പെടുന്നവർക്കിടയിലേക്ക് ആഴ്ന്നിറങ്ങി എന്നുള്ളതാണ്. അതായത് തെജ്ദീദ് നമ്മൾ പറയുമല്ലോ, അല്ലെങ്കിൽ ഒരു നവോത്ഥാനം. നമ്മളിപ്പോൾ ഒരു മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാക്കേണ്ട നവോത്ഥാനം എന്താണ്? അപ്പൊ അതിനിപ്പോ നമ്മൾക്കറിയാം, ഇപ്പൊ മുസ്ലിങ്ങളെ ഖുർആനിലേക്കും ഹദീസിലേക്കും മടക്കി വിളിക്കുക, ഖുർആനും ഹദീസിനും വിരുദ്ധമായി അവർക്കിടയിലുണ്ടായ ധാരണകളൊക്കെ നമ്മൾ തിരുത്തി കൊടുക്കുക, അവർക്കൊരു ഇസ്ലാമിക ബോധം കൊടുക്കുക, അവരിൽ മതബോധം വർദ്ധിപ്പിക്കുക, അതേപോലെ ഇസ്ലാം എത്തിയിട്ടില്ലാത്ത ജനവിഭാഗങ്ങൾക്കിടയിൽ ഇസ്ലാം പ്രചരിപ്പിക്കുക. ഇതൊക്കെയാണ് നമ്മളുടെ ദൗത്യം. അതിന്റെ അപ്പുറത്ത് ദൗത്യങ്ങൾ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടാവും. ഇപ്പോൾ ഇന്ത്യനെ പോലുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു മൈനോറിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്, മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുക, മുസ്ലിങ്ങളിവിടെ വേട്ടയാടപ്പെടുക, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ മുസ്ലിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനും മുസ്ലിങ്ങളുടെ അസ്തിത്വം സംരക്ഷിക്കാനും വേണ്ടി രാഷ്ട്രീയമായി അവരെ പ്രിസർവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടത്തുക. അപ്പോൾ കേരളത്തിലേക്ക് ഒരു മുസ്ലിം നവോത്ഥാനം എന്ന് പറയുന്നത് ഈ രണ്ട് ദൗത്യങ്ങളും ഒരേപോലെ നിർവഹിച്ചിട്ടാണ് മുന്നോട്ട് പോയത്. പക്ഷേ ഇതൊന്നുമല്ല ശരിക്ക് ഇസ്ലാമിക ദൗത്യത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക ലോകക്രമം ഉണ്ടാക്കലാണ്. ഇസ്ലാമിക ലോകക്രമം എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാം ഭരിക്കുന്ന ഒരു നിർമ്മിക്കലാണ്. അതായത് ലോകത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റലാണ്. അല്ലെങ്കിൽ നന്നേ ചുരുങ്ങിയത് നമ്മൾ ജീവിക്കുന്ന രാജ്യത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റലാണ് എന്ന തരത്തിലുള്ള ഒരു ധാരണ ഈ ഇസ്ലാമിസ്റ്റ് സാഹിത്യങ്ങൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായി ഇപ്പൊ ഇറാനിലൊക്കെ വിപ്ലവം ഉണ്ടായ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതൊക്കെ സുന്നി പ്രസ്ഥാനങ്ങളാണെങ്കിൽ പോലും ഇവരിതിങ്ങനെ പറയാന്നല്ലാതെ ലോകത്തെവിടെ അത് ഉണ്ടായിട്ടില്ല. അതായത് ഇവര് പറയുന്ന തരത്തിലുള്ള ഒരു ഇസ്ലാമിക നവോത്ഥാനം ഉണ്ടല്ലോ, ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പൊ അത് ഒരു ജലരേഖയായി പോവുകയാണ്. അതായത് ഇതൊരു യുട്ടോപ്യൻ ഐഡിയ ആണ്, ലോകത്ത് എവിടെ ഇത് സംഭവിക്കുന്നില്ല എന്നൊരു ഫ്രസ്ട്രേഷനിലേക്ക് ഇസ്ലാമിസ്റ്റ് യൂത്ത് കൂപ്പുകുത്തുന്ന ഒരു സമയത്താണ് ഇറാനിൽ വിപ്ലവം ഉണ്ടാകുന്നത്. അപ്പൊ അതൊരു റേ ഓഫ് ഹോപ്പാണ്. അതായത് അവര് പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാവുകയാണ്. പക്ഷെ അതൊരു സുന്നി മുസ്ലിങ്ങളുടെ മുൻകൈയിലല്ല ഉണ്ടായത്, ഷിയാക്കളുടെ മുൻകൈയിലാണ് ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു അഡ്മിറേഷൻ ഉണ്ടല്ലോ. അപ്പൊ അത് ഇറാൻ വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ, അതായത് ഈ ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ യുവാക്കൾക്കിടയിൽ വലാ ഷർഖിയ വലാ ഗർബിയ ബൽ ഇസ്ലാമിയ, അതായത് നമ്മൾക്ക് കിഴക്കും വേണ്ട പടിഞ്ഞാറും വേണ്ട, നമ്മൾക്ക് ഇസ്ലാം, അതായത് ഇസ്ലാമിന്റെ ഭരണക്രമം എന്നുള്ള തരത്തിലുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇറാൻ വിപ്ലവത്തിന്റെ വക്താക്കളും അത് ഇറാനിൽ ഒതുങ്ങി നിൽക്കണം എന്നുള്ള നിലക്കായിരുന്നില്ല അവരുടെ ഒരു പ്രോപ്പഗൻഡ. അവർ പറഞ്ഞതെന്താ വെച്ചാൽ മുസ്ലിങ്ങൾ എല്ലായിടത്തും ഉണ്ട്, പക്ഷേ കുഫറിന്റെ ശക്തികൾ മുസ്ലിം നാടുകളൊക്കെ കൈയടക്കിയിരിക്കുന്നു. അപ്പോ ആ കുഫറിന്റെ ഉപകരണങ്ങളാണ് അവരിങ്ങനെ അങ്ങനെയാണ് പറഞ്ഞത്, എല്ലാ മുസ്ലിം രാജ്യങ്ങളും, അതായത് ഇറാൻ ഒഴിച്ചുള്ള മുഴുവൻ മുസ്ലിം രാജ്യങ്ങളും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കുഫറിന്റെ പ്രതിനിധികളാണ്, അല്ലെങ്കിൽ കുഫറിന്റെ ഉപകരണങ്ങളായി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അമേരിക്ക ലോകവ്യാപകമായ ഒരു കുഫറിന്റെ ലോകക്രമം പടുത്തുയർത്തിയേക്കാണ്. അതിന്റെ അധ്യക്ഷനാണ് ശരിക്കും അമേരിക്ക എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ മുസ്ലിം നാടുകളിൽ മുഴുവൻ അമേരിക്ക കുറെ പ്രതിനിധികളെ വെച്ചിരിക്കുന്നു. അപ്പോൾ 10-40 മുസ്ലിം രാജ്യങ്ങൾ അതൊക്കെ കുഫറിന്റെ ഏജൻസികളാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നത് ഇറാൻ മാത്രമാണ്. അപ്പൊ ഇറാനിലൊരു ഇസ്ലാമിക ഭരണക്രമം ഉണ്ടായി, ബാക്കിയുള്ളിടത്തൊന്നും ഇസ്ലാമിക ഭരണക്രമം ഇല്ല. അപ്പോൾ ആ നാടുകളെ അടക്കം ഇറാൻ വിപ്ലവം കയറ്റി വെച്ചിട്ട് ആ നാടുകളടക്കം ഈ ഭരണാധികാരികളിൽ നിന്ന് രക്ഷപ്പെടുത്തി അവിടെയൊക്കെ ഇസ്ലാമിക ഭരണക്രമം ഉണ്ടാക്കണം എന്നുള്ള മുദ്രാവാക്യമായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായി, പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഒരു ഇസ്ലാമിസം എന്ന് പറയുന്ന ഒരു ആശയധാരന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇംപ്രസീവ് ആണ്, ഭയങ്കര പ്രോമിസിങ് ആണ്. അയാൾ കാത്തു നിന്നൊരു മൊമെന്റ് ആണത്. നമ്മളൊരു ഫാൻ മൊമെന്റ് എന്നൊക്കെ പറയില്ലേ. അപ്പൊ അങ്ങനെയാണ് ശരിക്കും ഈ ഹുമൈനി ഒരു വീരനായകന്റെ പരിവേഷത്തിൽ വരുന്നത്. ഈ ഹുമൈനി എന്ന് പറഞ്ഞാൽ ഹുമൈനി അദ്ദേഹത്തിന്റെ പേരല്ല, ഹുമൈൻ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്, ഇറാനിലൊരു സ്ഥലമാണ്. ആ സ്ഥലക്കാരനാണ് അദ്ദേഹം എന്നുള്ള നിലക്കാണ് അൽ ഹുമൈനി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ആയത്തുള്ള എന്ന് പറഞ്ഞാൽ ഇറാനിലെ ഈ ഷീ മതപണ്ഡിതന്മാർക്കിടയിൽ ഒരു സ്ഥാനമാണ്, ഒരു ദറജയാണ്. അപ്പോൾ ആയത്തുള്ള ഹുമൈനി, അപ്പൊ അദ്ദേഹം ആണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മതപണ്ഡിതന്മാരാണ് ഇതിന്റെ നേതൃത്വം ഏറ്റെടുത്തതെന്ന് പറഞ്ഞില്ലേ. അപ്പോ ആ മതപണ്ഡിതന്മാരുടെ നായകൻ അദ്ദേഹമായിരുന്നു. അപ്പൊ അദ്ദേഹമാണ് ഇറാൻ വിപ്ലവത്തിന്റെ ആത്മീയ നായകനായിട്ട് കടന്നു വന്നത്. അപ്പൊ നമ്മളെ പുതിയ മെന്റർ എന്ന് പറയുന്നത് ഹുമൈനിയാണ്. അതായത് മൗദൂദിയിൽ നിന്നും കുത്തുബിൽ നിന്നും ഹുമൈനിയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ. കാരണം മറ്റവരെന്ന് പറഞ്ഞാല് കുറെ സാഹിത്യം എഴുതി എന്നുള്ളതല്ലാതെ അതിനൊരു ആക്ച്വലൈസേഷൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് ഒരു ഹുമൈനിയിലേക്ക് ആകർഷിക്കപ്പെടുന്ന, അദ്ദേഹത്തിൽ ഒരു വിമോചകനെ കാണുന്ന ഒരവസ്ഥാവിശേഷം ഇറാൻ വിപ്ലവത്തിന്റെ ഫലമായിട്ട് മുസ്ലിം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ
ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാഴ്ചപ്പാടിന് പ്രശ്നമുണ്ട്. അതായത് ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കലാണ് നവോത്ഥാനം എന്ന് വിചാരിക്കുന്ന കാഴ്ചപ്പാടിന് അടിസ്ഥാനപരമായി തന്നെ പ്രശ്നമുണ്ട്. അത് വേറെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ ഇത് ഒരു ഷീഈ പണ്ഡിതനെ ഇങ്ങനെ മാതൃകയായി കാണുക കൂടി ചെയ്യുമ്പോൾ ആ അമേരിക്കൻ വിരുദ്ധത മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക രാജ്യം എന്ന ആശയം മാത്രമല്ല ഇവിടെ എത്തുന്നത്, അഖീദാപരമായിട്ടാണ്. അതായത് ഇസ്ലാമിന്റെ ഒരു ഷിയാ വ്യാഖ്യാനത്തിൽ കൂടി ഇവരെ ഇംപ്രസ്ഡ് ആകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണ്. അത് ഇസ്ലാമിനെ പറ്റിയുള്ള വളരെ വികലമായ കുറെ തെറ്റായ ധാരണകളിലേക്ക് അവരെ നയിച്ചു എന്നത് ആ കാലത്തുണ്ടായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എത്ര ആയിരുന്നാലും നമ്മളൊരു കേരള പരിസരത്ത് നിന്നാണ് നമ്മൾ ഈ ചർച്ചകൾ നടത്തുന്നത്. എത്രത്തോളം ഈ 2024 നമ്മൾ 25 കടക്കുകയാണ്, എത്രത്തോളം നമ്മളെ കേരളത്തില് ഇത് വേരുറച്ചിട്ടുണ്ട്, എത്രത്തോളം ഇനി ഇതിന്റെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇതിലൂടെ വരുന്നത്? അല്ല, അങ്ങനെ അതായത് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ വേറെ നടക്കേണ്ടതാണ്. അങ്ങനെ ഈ ആശയങ്ങൾ ഇറാൻ വിപ്ലവത്തിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ എത്രത്തോളം എത്തി, അത് എത്രത്തോളം അതിനൊരു തുടർ ജീവിതം ഉണ്ടായി, ഇപ്പോഴത് എത്രത്തോളം നിലനിൽക്കുന്നു എന്നൊക്കെ ഉള്ളത് വേറെ പരിശോധിക്കേണ്ടതാണ്. പക്ഷേ ആ ഒരു സമയം ഉണ്ടല്ലോ, ഇപ്പോൾ 979 ഇതുണ്ടായി, ഒരു 980കളിൽ ഇതിന്റെ ഫലമായി ഇതേപോലുള്ള ആശയങ്ങൾ കേരളത്തിലെത്തി. അതായത് ഇസ്ലാമിന്റെ ഒരു ഷീഈ വ്യാഖ്യാനം ഇറാൻ വിപ്ലവത്തിന്റെ ഒരു പിൻബലത്തിൽ കേരളത്തിലെത്തി. അങ്ങനത്തെ ഒരു ഇന്റലക്ച്വൽ ഫെർമെന്റേഷൻ കേരളത്തിൽ ആ സമയത്ത് ഉണ്ടായി എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. അത് വ്യാപകമായി ഉണ്ടായിരുന്നൊന്നുമല്ല. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ ഒരു ഇസ്ലാമിസ്റ്റ് പശ്ചാത്തലം ഉണ്ടായിരുന്ന യുവാക്കൾക്കിടയിൽ അങ്ങനെ ഒരു സ്വാധീനം കടന്നു വന്നു. ഇപ്പോൾ സിമി, സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം പോലെ പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനയാണ്. പിൽക്കാലത്ത് ആ ഒരു ബന്ധം ജമാഅത്തെ ഇസ്ലാമിയും സെമിയും തമ്മിൽ ഇല്ലാതായി. അപ്പൊ അതില് ഈ ഇറാൻ വിപ്ലവ സാഹിത്യങ്ങൾ പരിഭാഷപ്പെടുത്തി മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ബൗദ്ധിക പ്രവർത്തനമായി മാറി. അപ്പോൾ സിമിയുടെ ചില പ്രവർത്തകർ പരീക്കോട്ട് ഇസ്ലാമിക് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് അവര് ഒരു സ്ഥാപനം തുടങ്ങി. ആ സ്ഥാപനം ഇറാൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട കുറേ സാഹിത്യങ്ങൾ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു. അപ്പൊ അതിൽ സ്വാഭാവികമായി അമേരിക്കൻ വിരുദ്ധതയും ഇസ്ലാമിക രാഷ്ട്രവും എന്നുള്ള സങ്കല്പം മാത്രമല്ല ഉണ്ടാവുക, അതിൻ്റെ കൂടെ ഇസ്ലാമിന്റെ ഷീഈ വ്യാഖ്യാനം വളരെ കൃത്യമായി തന്നെ ആ പുസ്തകങ്ങളിൽ ഉണ്ടായിരുന്നു. കേരളത്തിൽ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇറാൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനത്തെ ഒരു സാഹിത്യ വിപ്ലവം അതിനോടനുബന്ധമായി തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഹുമൈനിയുടെ പുസ്തകങ്ങൾ, അലി ശരീഅത്തിയുടെ പുസ്തകങ്ങൾ, മുർത്തള മുത്തഹരിയുടെ പുസ്തകങ്ങൾ, ഇങ്ങനത്തെ പലരുടെയും പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് അടക്കം പരിഭാഷപ്പെടുത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അത് ജമാഅത്തെ ഇസ്ലാമി അതിനെ അംഗീകരിച്ചു എന്നൊന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. കാരണം ഇതുണ്ടായപ്പോൾ സ്വാഭാവികമായി ഒരു സുന്നി മുസ്ലിം സംഘടന എന്നുള്ള നിലക്ക് ജമാഅത്തെ ഇസ്ലാമിയിൽ പലരും അതിനോട് വിയോജിച്ചു, അതിനോട് ശക്തമായി എതിർത്തു. അത് അവർക്കുള്ളിൽ ആഭ്യന്തരമായി വലിയ കലഹങ്ങൾക്ക് കാരണമായി. അവസാനം ആ ഒരു യൂത്താണ് ഇതിന്റെ പിന്നാലെ പോയത്. അവരുടെ പഴയ തലമുറ മിക്കവാറും അതിനെ ഡിസോൺ ചെയ്യാണ് ചെയ്തത്. അതായത് ആ ഒരു ഷീഈ സാധനത്തെ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരുന്നതിനെതിരെയാണ് അവർ നിലപാടെടുത്തത്. പക്ഷേ യുവാക്കളിൽ നല്ലൊരു ശതമാനം എന്ന് പറയാൻ പറ്റില്ല, ഒരു സംഘം അതിൻ്റെ കൂടെ തന്നെ ശക്തമായി ഉറച്ചു നിന്നു. അവരാണ് വളരെ ഇങ്ങനെ സ്റ്റേണായി മുന്നോട്ട് പോയി. പ്രത്യേകിച്ച് ഇസ്ലാമിക് ഫൗണ്ടേഷൻ പോലുള്ള കൂട്ടായ്മകളൊക്കെ ഉണ്ടാക്കി ഇതിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോയത് അവരാണ്. അപ്പൊ അവര് കേരളത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ആശയങ്ങൾ ഇവിടെ ഒരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വാഭാവികമല്ലേ. ഇപ്പോൾ ഹുമൈനി എന്ന് പറഞ്ഞാൽ പുതിയ കാലത്ത് ഇസ്ലാമിന്റെ വിമോചകനാണെന്ന് വിചാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അഖീദ സ്വാഭാവികമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമല്ലോ. അപ്പൊ അത് വളരെ കൃത്യമായി നമുക്ക് കാണാൻ പറ്റും. അത് അപകടകരമായിരുന്നു എന്ന് പറഞ്ഞാൽ വേറെ തരത്തിലല്ല അത് പറയുന്നത്. അതായത് അവരുടെ വിശ്വാസം തെറ്റായ നിലകളിലേക്ക് പോകാൻ, ചില ചെറുപ്പക്കാരുടെയെങ്കിലും വിശ്വാസം തെറ്റായ നിലകളിലേക്ക് പോകാൻ അത് നിമിത്തമായി തീർന്നു എന്നത് സങ്കടകരമായൊരു കാര്യമാണ്. അതായത് ഇറാൻ അമേരിക്കയെ തോൽപ്പിക്കൂല എന്നുള്ളത് വേറെ വിഷയമാണ്. ഇറാൻ അതിന് പറ്റൂലേ, അല്ലെങ്കിൽ ബാക്കിയുള്ള മുസ്ലിം രാജ്യങ്ങളൊക്കെ അമേരിക്കയുടെ പാവകളാണോ അല്ലേ, ഇതൊരു എൻറ്റയർലി ഡിഫറൻ്റ് ആയൊരു ടോപ്പിക്കാണ്. അത് ഇപ്പോൾ നമ്മളത് ചർച്ച ചെയ്യാനിരുന്നാൽ അത് ഒരുപാട് ആ വഴിക്ക് നമ്മൾ പോകേണ്ടി വരും. ഞാൻ പറയുന്നത് ആ ഉത്തരവുമായി ബന്ധമുള്ളൊരു കാര്യമല്ല നമ്മളെ അഖീദന്റെ ശരിയും തെറ്റും. അതാണ് ഇത് പ്രശ്നം. നമ്മൾ അതിനി ഭയങ്കര അമേരിക്കൻ വിരുദ്ധം ആണെന്ന് തന്നെ വിചാരിക്കുക, ഇപ്പൊ അമേരിക്കനെ തോൽപ്പിക്കും തന്നെ വിചാരിക്കുക, അതുകൊണ്ടൊന്നും ആ അഖീദ ശരിയാവൂല. അതായത് ഇസ്ലാമിന് അവര് കൊടുത്തൊരു വ്യാഖ്യാനം, അല്ലെങ്കിൽ ഹുമൈനി കൊടുക്കുന്നൊരു വ്യാഖ്യാനം, അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ഒരു വ്യാഖ്യാനം, ആ വ്യാഖ്യാനം ഇതുകൊണ്ടൊന്നും ശരിയാവാൻ പോകണില്ല. അത് ഖുർആനെതിരാണ്, അത് ഹദീസുകൾക്കെതിരാണ്, അത് സഹാബിമാരുടെ നിലപാടുകൾക്കെതിരാണ്.
അത് ഓൾറെഡി തീരുമാനമായി കഴിഞ്ഞതാണ് ഇസ്ലാമിന്റെ അഖീദ എന്താന്നുള്ളത്. അത് 979 അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അപ്പൊ ആ ഒരു വിവേചന ബോധം ചില ചെറുപ്പക്കാർക്കെങ്കിലും നഷ്ടപ്പെട്ടു എന്നുള്ളതായിരുന്നു ഇതിന്റെ ഒരു നെഗറ്റീവായ അനന്തരഫലം എന്ന് പറയുന്നത്. നമ്മള് ഇതിന് അഖീദപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ അതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതിൽ തന്നെ നമ്മൾ പറഞ്ഞു ഖബർ കൂടുതലായിട്ട് കെട്ടിപ്പൊക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. അതൊക്കെ പറയുമ്പോൾ എത്തരത്തിലാണ് അതിൻ്റെ ഒരു ക്ലിയർ കട്ടായി നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ എവിടെയാണ് ശരിക്കും ഇതിന്റെ അപകടം കിടക്കുന്നത്? അല്ല, അതായത് നമ്മൾ ഈ ശവകുടീരങ്ങൾ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ട് മാറുക, അതേപോലെ മരിച്ചുപോയ പുണ്യപുരുഷന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുക, ഇതൊക്കെ ഇസ്ലാമിന്റെ ഒരു ഷീഈ വ്യാഖ്യാനത്തിൽ അല്ലെങ്കിൽ ഷീഈ മുസ്ലിങ്ങൾക്കിടയിൽ വളരെ പ്രചാരമുള്ള കാര്യങ്ങളാണ്. അത് പ്രധാനപ്പെട്ട വിശ്വാസപരമായ പ്രശ്നങ്ങൾ തന്നെയാണ്, വിശ്വാസപരമായും ആചാരപരമായുള്ള പ്രശ്നങ്ങളാണ്. പക്ഷെ അത് സുന്നി മുസ്ലിങ്ങൾക്കിടയിലും യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അത് ഷിയാക്കളിൽ നിന്ന് വന്നതായിരിക്കും മിക്കവാറും. ഷിയ സമൂഹങ്ങളുമായുള്ള സമ്പർക്കത്തിൽ നിന്നായിരിക്കണം സുന്നി മുസ്ലിങ്ങൾക്കിടയിലേക്ക് അത് വന്നതെന്ന് വിചാരിക്കാനാണ് ചരിത്രപരമായി ന്യായമുള്ളത്. പക്ഷെ അത് മാത്രമല്ല, അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ സമയമില്ല. ഇപ്പോൾ ഹുമൈനി എന്ന് പറഞ്ഞാൽ ശരിക്കൊരു അവരൊക്കെ ഇത്നാശരി ഷിയാക്കളാണ്. അപ്പൊ അവരുടെ ഒരു പ്രധാനപ്പെട്ട അവരുടെ തിയോളജിയുടെ ഒരു അടിക്കല്ല് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഇമാമുമാരിലുള്ള വിശ്വാസമാണ്. ഇമാമുമാരിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾക്കറിയാം, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് ഇവിടെ ഉണ്ട്, ഖുർആനുണ്ട്. അപ്പൊ ആ ഖുർആനും സുന്നത്തും അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പിന്നെ സ്വാഭാവികമായി മുസ്ലിം നാടുകളിൽ അവിടുത്തെ ഭരണാധികാരികൾ ഉണ്ടാവും. ആ ഭരണാധികാരികൾ രാജ്യങ്ങൾ മുന്നോട്ട് നയിക്കും. ഭരണാധികാരികളുടെ നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. നമ്മളിത് വളരെ ക്ലിയർ ആണ് ആ ഐഡിയ എന്ന് പറയുന്നത്. പക്ഷേ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോൾ അള്ളാഹു എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിനുശേഷം മുസ്ലിം സമൂഹത്തെ നയിക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹുവിനെ നിയോഗിക്കുകയാണ്. അതാണ് ഇവർ ഇമാം അലി എന്നാണല്ലോ പറയുക. അപ്പൊ അലി റളിയല്ലാഹു അൻഹു നിയോഗിച്ചു എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ പെർഫെക്റ്റ് ആയ, അതായത് ശാരീരികവും മാനസികവും ആത്മീയവും ബുദ്ധിപരവും വൈജ്ഞാനികവും ഒക്കെയായി ഒരു പെർഫെക്ഷന്റെ ഏറ്റവും ഉയർന്ന ലെവലിലുള്ള ഒരാളാണ്. അത് അള്ളാഹ് തന്നെ അപ്പോയിന്റ് ചെയ്തതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം നമ്മൾ ദീന് തീരുമാനിക്കേണ്ട ഖുർആൻ നോക്കിയിട്ടോ ഹദീസ് നോക്കിയിട്ടൊന്നല്ല, ഇമാമ് പറയുന്നത് കേട്ടിട്ടാണ്. അതായത് നമ്മളെ നയിക്കാൻ അലി റളിയല്ലാഹു അൻഹുവിനെ നിയോഗിച്ചിരിക്കുകയാണ്. അപ്പൊ അലിയാണ് പിന്നെ മതവിജ്ഞാനത്തിന്റെ സ്രോതസ്. ഇതാണ് ശരിക്ക് ഒരു ഷിയ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ ഖുർആനിനും ഹദീസിനും ദീനെടുക്കുക എന്നുള്ളതല്ല, പ്രമാണങ്ങളിൽ നിന്ന് ദീനെടുക്കുക എന്നുള്ളതല്ല. നമ്മൾക്ക് ആവശ്യമുള്ള അറിവുകളൊക്കെ അലി റളിയല്ലാഹു അൻഹുവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത്. അപ്പൊ അലി അത് ഭരണാധികാരി അലി റളിയല്ലാഹു അൻഹു ആണ് ആവേണ്ടത്. ആത്മീയമായി നമ്മൾക്ക് മാർഗദർശനം നൽകേണ്ടത് അലി റളിയല്ലാഹു അൻഹു ആണ്. പക്ഷെ പഠിച്ചവൻ അലി റളിയല്ലാഹു അൻഹു മാത്രമല്ല, അലി റളിയല്ലാഹു അൻഹു മരിക്കുമ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുന്നത്. ഹസൻ റളിയല്ലാഹു അൻഹു മരിക്കുമ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ ആ ഒരു പരമ്പര ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മക്കളിലൂടെയുള്ള ഈ കുടുംബ പരമ്പരയിൽ ഇമാമത്ത് എന്ന് പറയുന്നത് അള്ളാഹു നിക്ഷിപ്തമാക്കിയിരിക്കുന്നു. അങ്ങനെ 12 ഇമാമുമാരുണ്ട്. ആ 12ാമത്തെ ഇമാമ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള സങ്കല്പമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പ്രമാണങ്ങളല്ല, ഖുർആനും ഹദീസുകളും അല്ല ഇസ്ലാമിന്റെ സ്രോതസ്. ഇവര് സങ്കല്പിക്കുന്ന ഈ ഇമാമുമാരുടെ പരമ്പരയാണ് എന്നുള്ളതോടത്താണ് ഷിയ ഇസ്ലാം നിൽക്കുന്നത്. അപ്പോ അവര് ആ ഇമാമുമാര് പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞിട്ടാണ് ഷിയാക്കൾ കുറെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഖുർആനിനും ഹദീസിനും അന്യമായ കുറെ ആശയങ്ങൾ. ഇത് ശരിക്ക് ഇസ്ലാമിനെ തന്നെ തകർക്കുന്ന ഒരു പരിപാടിയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പഠിപ്പിച്ചതെന്ന് ക്ലിയർ ആണ്. അത് ആയിരക്കണക്കിന് ഹദീസുകളിൽ ക്ലിയർ ആണ്. ഖുർആൻ എന്താ പഠിപ്പിച്ചതെന്നുള്ളത് വളരെ ക്ലിയർ ആണ്. സഹാബിമാരെന്താ പഠിപ്പിച്ചതെന്ന് ക്ലിയർ ആണ്. ഇതിനൊക്കെ മറികടന്നിട്ട് ഇവർക്ക് ആർക്കും അറിയാത്തൊരു ഇസ്ലാം അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വളരെ രഹസ്യമായിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവർ സ്ഥാപിക്കുന്നത്. അത് അലി റളിയല്ലാഹു അൻഹു ഒരിക്കലും പറഞ്ഞിട്ടില്ല, അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടില്ല. അതിങ്ങനെ കൈമാറി കിട്ടി ഇപ്പോ ഇവരുടെ ഇമാമുമാരുടെ കയ്യിൽ, അതായത് ഹുമൈനി എന്നൊക്കെ പറയുന്നത് ഈ കാലത്ത് ആ പരമ്പരയിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ 12 ഇമാമുമാരല്ല, പക്ഷെ ആ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് അദ്ദേഹം അടക്കം വരുന്നത്. അപ്പൊ അവര് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ദീൻ എങ്ങനെ തീരുമാനിക്കേണ്ടത്? ഇപ്പൊ ഹുമൈനി ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ ഹുമൈനി പറയുന്നതാണ് ദീന്. നമ്മൾ ഖുർആൻ ഹദീസ് നോക്കിയാൽ ദീൻ കാണൂല. ഇത് ഈ ഇമാമുമാരിലൂടെ ഇങ്ങനെ രഹസ്യമായി കൈമാറി കിട്ടിയ ഒരു സാധനമാണ്. അപ്പോൾ ആ ഒരു പൗരോഹിത്യം ഉണ്ടല്ലോ, അതിഭീകരമായൊരു പൗരോഹിത്യമാണത്. കാരണം തിരിച്ചൊന്നും ചോദിക്കാൻ പാടില്ല, ചോദിക്കാൻ പറ്റൂല. കാരണം എങ്ങനെ ചോദിക്കുക?
കാരണം നമ്മൾക്കൊരു പ്രമാണം വേണ്ടേ, ചോദിക്കണമെങ്കിൽ അങ്ങനെയല്ലല്ലോ ഇങ്ങനെയെന്ന് പറയണമെങ്കിൽ ഇതിൻ്റെ തെളിവ് വേണ്ടേ. അങ്ങനത്തെ ഒരു ഇസ്ലാം ഇല്ല. ഇതാണ് ഇസ്ലാമിന്റെ ഷിയ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനപരമായ കുഴപ്പം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ നമ്മൾക്ക് ഹുമൈനിയുടെ ഇറാൻ ഇസ്ലാമിക വിപ്ലവം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇസ്ലാമിക ഗവൺമെന്റ് എന്ന് പറഞ്ഞ മലയാളത്തിലടക്കം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഹുമൈനിയുടെ ഒരു പുസ്തകമുണ്ട്, അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളുടെ സമാഹാരമാണ്. അപ്പൊ അതിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന വളരെ ബേസിക് ആയ ഒരു കോൺസെപ്റ്റ് ഇതാണ്, അതായത് വിലായത്തെ ഫക്കീഹ് എന്നാണ് അതിന് പറയുക. അതാണ് ഹുമൈനിന്റെ ഒരു ഒറിജിനൽ കോൺട്രിബ്യൂഷൻ ആധുനിക ഷിയാക്കൾക്ക്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ 12ാമത്തെ ഇമാം നമ്മളിങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അവിടെ നമ്മൾ നിൽക്കരുത്, നമ്മൾ ഇറങ്ങി പണിയെടുക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഫക്കീഹ് എന്ന് പറഞ്ഞാൽ അറിയല്ലോ, പണ്ഡിതൻ. അപ്പോൾ ഓരോ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന പണ്ഡിതൻ അയാളാണ് മാസ്റ്റർ. അയാളുടെ വിലായത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പൊ രാജ്യം ഭരിക്കേണ്ടത് ആരാണ്? അയാളാണ്. രാജ്യത്തിന്റെ ഓരോ പോളിസിയും തീരുമാനിക്കേണ്ടത് അയാളാണ്. എല്ലാ അധികാരങ്ങളും നിക്ഷിപ്തമാകേണ്ടത് അയാളിലാണ്. അപ്പോ ഷിയാക്കളുടെ ആത്മീയ നേതാവിന്റെ കയ്യിൽ രാജ്യത്തിന്റെ അധികാരം ഭദ്രമായി തീരുന്ന ഒരു രാജ്യം, അതാണ് ഇസ്ലാമിക രാജ്യത്തിന് ഹുമൈനി കൊടുക്കുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോഴും ഇറാനിൽ അങ്ങനെയാണ്. അതാണല്ലോ ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് എന്നൊക്കെ പറഞ്ഞ പത്രത്തിൽ വരുന്ന അതുകൊണ്ടാണ്. അപ്പൊ അത് ആ ഇമാം സങ്കല്പത്തിന്റെ ജീവിക്കുന്ന പ്രതിനിധിയാണ് ആ കാലത്ത് ഹുമൈനി എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ ഹുമൈനിയാണ് ഇറാൻ എന്താണെന്ന് തീരുമാനിക്കേണ്ടത്. വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം പറയുന്ന കാര്യമാണ്. വേറെ ആരുമല്ല തീരുമാനിക്കേണ്ടത്, ഇയാളാണ് തീരുമാനിക്കേണ്ടത്. ആലിമാണ് തീരുമാനിക്കേണ്ടത്. ആലിം എന്ന് പറഞ്ഞാൽ ഈ സുപ്രീം ആലിം ഉണ്ടല്ലോ, അദ്ദേഹമാണ് കാര്യം തീരുമാനിക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോ ഖുർആനും ഹദീസും എന്താണെന്ന് പരിശോധിക്കാതെ, പ്രമാണങ്ങൾ പരിശോധിക്കാതെ ഇവർ നിയോഗിച്ച ഈ ആത്മീയ നേതാവിന്റെ കൽപ്പനകൾക്ക് അന്ധമായി വഴങ്ങുന്നതിന്റെ പേരാണ് ഇസ്ലാം എന്നുള്ളതാണ് വാദം. അയാളുടെ ആശയങ്ങൾ നടപ്പിലാക്കുന്ന രാജ്യത്തിന്റെ പേരാണ് ഇസ്ലാമിക രാജ്യം എന്നുള്ളതാണ് വാദം. അപ്പൊ അങ്ങനത്തെ ഒരു ഇസ്ലാമിക രാജ്യം എന്നുള്ളൊരു കോൺസെപ്റ്റിന് അത് എത്ര തൊണ്ട പൊട്ടി അമേരിക്കക്കെതിരെ മുദ്രാവാക്യം വിളിച്ചാലും അത് പൊളിറ്റിക്കലി ആ മുദ്രാവാക്യം എഫക്റ്റീവാണോ അല്ലേ എന്നൊക്കെ നമുക്ക് വേറെ ഡിസ്കസ് ചെയ്യാം. പക്ഷേ അവർ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമോ ഇസ്ലാമിക രാജ്യമോ ഇസ്ലാമികമായി അക്സെപ്റ്റബിൾ അല്ല എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ്. അപ്പൊ അത് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലൊരു ഇതിനോടൊരു അനുരാഗാത്മക ഭ്രമം രൂപപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണെന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം.